പിതാവെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായിട്ട് തുടരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് വത്തിക്കാനിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസി സമൂഹം വളരെ ഒരു പ്രാർത്ഥന ശക്തിപ്പെടുത്തേണ്ട ഒരു സമയത്തിലൂടെയല്ലേ കടന്നു പോകുന്നത്? തീർച്ചയായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ രോഗബാധിതനായി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഭാരത കത്തോലിക്ക സഭയുടെ മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ എല്ലാ രൂപതകളോടും എല്ലാ ക്രൈസ്തവരോടും എല്ലാ നല്ല മനുഷ്യരോടും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ CBCIയിൽ നിന്ന് അധ്യക്ഷൻ എന്ന നിലയിൽ ഞാനും ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഇന്ന് ലോകം മുഴുവൻ ആദരിക്കുന്ന വ്യക്തിത്വമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ മാത്രമല്ല, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക ശക്തി, ധാർമ്മിക ആചാര്യൻ, മത ആചാര്യൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണെന്ന് നിരീശ്വരർ പോലും പറയുന്നു. അവർ പോലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ധാർമ്മിക ചിന്തയെ, ആത്മീയ ചിന്തയെ ആദരിക്കുന്നവരാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇപ്പോൾ രോഗബാധിതനാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടി ആരോഗ്യത്തോടെ സഭയെ മാത്രമല്ല ലോകത്തെ തന്നെ നയിക്കാൻ ഉണ്ടാകണമെന്നാണ് പ്രാർത്ഥന. ഞാൻ വീണ്ടും കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ 174 രൂപതകളിലെ കത്തോലിക്കരോട് ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഇന്ന് 23-ാം തീയതി ഞായറാഴ്ച എല്ലാ പള്ളികളിലും പ്രത്യേക പ്രാർത്ഥനയും, സാധിക്കുമെങ്കിൽ എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും സന്യാസ ഭവനങ്ങളിലും ആരാധനയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യത്തിന് വേണ്ടി നടത്താനായിട്ട് ആഹ്വാനം ചെയ്യുകയുണ്ടായി. തീർച്ചയായിട്ടും ദൈവഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ ദീർഘനാൾ സഭയെ നയിക്കാൻ നമുക്കുണ്ടാവണം, അത് ആവശ്യമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാവരോടും പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുകയാണ്.